പകലിന്റെ തിരക്കുകളൊടുങ്ങി ലോകം ഗാഠനിദ്രയിലേക്ക് വഴുതി വീഴുമ്പോൾ സ്വന്തം മുറിയുടെ ഇരുട്ടിലിരുന്ന് വിതുമ്പുന്ന എത്രയോ നല്ല മനുഷ്യർ നമുക്കിടയിലുണ്ട്. ആരും കാണാതെ നെഞ്ചിൽ കൈവച്ച് അവർ പ്രപഞ്ചത്തോട് കേഴുന്ന ചോദ്യമുണ്ട്: ഞാൻ ആരോടും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്നിട്ടും എന്റെ ജീവിതം മാത്രം എന്തേ ഇത്രമേൽ കണ്ണീർക്കടലായി എന്ന്. കൺമുന്നിൽ ഒരു ജീവൻ വിഷമിക്കുന്നത് കണ്ടപ്പോൾ സ്വന്തം വിശപ്പും മറന്ന് കയ്യിലുള്ളത് പകുത്തു നൽകിയവരാണ് നമ്മളിൽ പലരും. ആരുടെയും മനസ്സ് നോവിക്കാതെ, ആരെയും ചതിക്കാതെ ജീവിച്ചിട്ടും തോൽവികളും സങ്കടങ്ങളും മാത്രം നിഴൽ പോലെ പിന്തുടരുന്നത് എന്തുകൊണ്ടായിരിക്കും? മറ്റുള്ളവരെ ചവിട്ടിമെതിച്ചും വഞ്ചിച്ചും ജീവിക്കുന്നവർ യാതൊരു വിഷമവുമില്ലാതെ ആഡംബരത്തിൽ ചിരിച്ചുല്ലസിക്കുന്നത് കാണുമ്പോൾ ഏത് നല്ല മനുഷ്യന്റെയും ഉള്ളിൽ നീറ്റലുകൾ ബാക്കിയാകും? നന്മ മാത്രം ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് എപ്പോഴും ദുരിതങ്ങൾ മാത്രം വിധിക്കപ്പെടുന്നത് എന്ന ചോദ്യം നിങ്ങളെയും അലട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ശാന്തതയുടെയും ജ്ഞാനത്തിന്റെയും പ്രവാചകനായ ഗൗതമബുദ്ധന്റെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കാം. ഉള്ളിലെ കനലിനെ ശമിപ്പിക്കാൻ പോന്ന മനസ്സിന് കുളിർമയേകുന്ന മറുപടി അവിടുത്തെ അധ്യാപനങ്ങളിലുണ്ട്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. കുടുംബം, ജോലിസ്ഥലം, നമ്മൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന സൗഹൃദങ്ങൾ എന്നിങ്ങനെ എല്ലായിടത്തും നമ്മൾ സഹിക്കുകയാണ്. ഒരു നല്ല മനസ്സിന് ഉടമയായതുകൊണ്ട് മാത്രം പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും കേട്ട് മൗനം പാലിക്കേണ്ടി വരുന്നു. നമ്മൾ അവരെ അത്രമേൽ സ്നേഹിക്കുന്നതുകൊണ്ടും അവർ നഷ്ടപ്പെടാതിരിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടും ഉള്ളിലെ വിഷമങ്ങൾ ആരോടും പറയാതെ നമ്മൾ ഉള്ളിലൊതുക്കുന്നു. എന്നാൽ തിരികെ ലഭിക്കുന്നത് അവഗണനയും ഒറ്റപ്പെടുത്തലും മാത്രമാണ്. നന്മ നിറഞ്ഞ നിങ്ങളുടെ മനസ്സിനെ ലോകം പലപ്പോഴും ബലഹീനതയായി കാണുന്നതിൽ അത്ഭുതമില്ല. എത്രയൊക്കെ ത്യാഗങ്ങൾ സഹിച്ചാലും ചെറിയൊരു തെറ്റ് സംഭവിച്ചാൽ പോലും അവർ നിങ്ങളെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞേക്കാം. ആ നിമിഷം ഈ ലോകത്ത് നല്ലവനായി ജീവിച്ചിട്ട് എന്ത് കാര്യമെന്ന ചിന്ത സ്വാഭാവികമായും വരും. എല്ലാവരെയും പോലെ സ്വാർത്ഥനായി സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ പോരെ എന്ന് മനസ്സ് മന്ത്രിക്കും. എന്നാൽ ബുദ്ധൻ ഇതിനെക്കുറിച്ച് വളരെ ആഴത്തിലുള്ള ഒരു സത്യമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മൺപാത്രം നിർമ്മിക്കുമ്പോൾ കുശവൻ അതിനെ ശക്തമായി അടിക്കുന്നത് പാത്രം ഉടയ്ക്കാനല്ല, മറിച്ച് ഉള്ളിലെ വായുകുമിളകളെ പുറന്തള്ളി അതിനെ കൂടുതൽ ശക്തവും മനോഹരവുമാക്കാൻ വേണ്ടിയാണ്. ജീവിതം നല്ല മനുഷ്യരെ പരീക്ഷിക്കുന്നത് ഇതുപോലെയാണ്. കഷ്ടപ്പാടുകൾ നിങ്ങൾ മോശമായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ പക്വവും ആഴമുള്ളതുമാക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വേദനയും നിങ്ങളെ തകർക്കാനല്ല, മറിച്ച് നിങ്ങളിൽ ഇനിയും തിരിച്ചറിയാത്ത ഒരു വലിയ ആത്മശക്തിയെ ഉണർത്താനാണ്. കഷ്ടപ്പാടുകളില്ലാത്ത ജീവിതമാണ് ഏറ്റവും സന്തോഷകരമെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ജീവിതം നിരന്തരമായ മാറ്റങ്ങൾക്ക് വിധേയമാണെന്നും സുഖവും ദുഃഖവും ഒരേ നാണയത്തിന്റെ വശങ്ങളാണെന്നും ബുദ്ധൻ പഠിപ്പിക്കുന്നു. നല്ല ആളുകൾക്ക് കഷ്ടപ്പാടുകൾ കൂടുമ്പോൾ തങ്ങളുടെ പ്രവൃത്തികൾക്ക് ഫലമില്ലെന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ വിത്ത് മുളയ്ക്കുന്നത് ഇരുട്ടിലും മണ്ണടിഞ്ഞുമാണെന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. കഠിനാധ്വാനം ചെയ്യുന്ന അച്ഛൻ, കുടുംബത്തിനു വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെക്കുന്ന അമ്മ, കടബാധ്യതകൾ തീർക്കാൻ രാപ്പകൽ കഷ്ടപ്പെടുന്ന യുവാവ് എന്നിങ്ങനെ ഇവരൊക്കെ നല്ല മനുഷ്യരാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി ജീവിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവർ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. എന്നാൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെ മറ്റുള്ളവരുടെ കൈകളിൽ പണയം വെക്കരുതെന്ന് ബുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു. നല്ല ആളുകൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദന അവർ മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് പ്രതീക്ഷിക്കുന്നു എന്നതാണ്. ഞാൻ അവരെ സ്നേഹിച്ചതുപോലെ അവരും എന്നെ സ്നേഹിക്കും, ഞാൻ അവരെ സഹായിച്ചതുപോലെ അവരും എന്നെ സഹായിക്കും എന്ന പ്രതീക്ഷയാണ് എല്ലാ സങ്കടങ്ങളുടെയും തുടക്കം. ആസക്തിയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്ന് ബുദ്ധൻ അരുളിയിട്ടുണ്ട്. ഇവിടെ ആസക്തി എന്നാൽ പണത്തോടും വസ്തുക്കളോടുമുള്ളത് മാത്രമല്ല, മനുഷ്യരോടുള്ള അമിതമായ പ്രതീക്ഷകളും ഒരുതരം ആസക്തി തന്നെയാണ്. നിങ്ങൾ ഒരാളിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ അവരെ സ്നേഹിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേദന അനുഭവിക്കേണ്ടി വരില്ല. അവർ നിങ്ങളെ അവഗണിച്ചാലും നിങ്ങളുടെ മനസ്സ് താമരയിലയിലെ വെള്ളം പോലെ ശാന്തമായി നിലനിൽക്കും. പ്രതീക്ഷകളില്ലാതെ എങ്ങനെ ജീവിക്കാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. മനുഷ്യനായി പിറന്നാൽ പ്രതീക്ഷകൾ സ്വാഭാവികമാണ് എന്നത് നേരാണ്. എന്നാൽ അതേ പ്രതീക്ഷകൾ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനത്തെ കെടുത്താൻ തുടങ്ങുമ്പോൾ സ്വയം മാറാൻ നിങ്ങൾ തയ്യാറാകണം. കഴിഞ്ഞുപോയ തെറ്റുകളെക്കുറിച്ച് ഓർത്ത് ഇന്നും നിങ്ങൾ കുറ്റബോധം അനുഭവിക്കുന്നുണ്ടാകാം. അന്ന് ഞാൻ അത് ചെയ്യേണ്ടിയിരുന്നില്ല, അന്ന് ഞാൻ ആ വ്യക്തിയെ വിശ്വസിക്കേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ആ പണം അവിടെ നിക്ഷേപിക്കേണ്ടിയിരുന്നില്ല എന്നൊക്കെ ഓർത്ത് നിങ്ങൾ സ്വയം പീഡിപ്പിക്കുന്നുണ്ടാകാം. എന്നാൽ ബുദ്ധൻ പറയുന്നത് കഴിഞ്ഞുപോയ കാലം ഒരു സ്വപ്നം പോലെയാണെന്നും അതിനെ തിരികെ വിളിക്കാൻ ആർക്കും കഴിയില്ലെന്നുമാണ്. വരാനിരിക്കുന്ന കാലം അദൃശ്യവുമാണ്. നിങ്ങളുടെ കൈകളിലുള്ളത് ഈ നിമിഷം മാത്രമാണ്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുക എന്നതാണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഏറ്റവും വലിയ മാർഗം. നല്ല ആളുകൾക്ക് സംഭവിക്കുന്ന മറ്റൊരു കാര്യം, അവർ എപ്പോഴും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകളെ സ്വന്തം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുന്നു എന്നതാണ്. ആരോ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവിനെ ആരെങ്കിലും കളിയാക്കിയാൽ ആ ദിവസത്തെ സന്തോഷം മുഴുവൻ നിങ്ങൾ നഷ്ടപ്പെടുത്താറുണ്ട്. ഇതിനെക്കുറിച്ച് ബുദ്ധന്റെ ഒരു മനോഹരമായ കഥ നമുക്ക് ഓർക്കാം. ഒരിക്കൽ ഒരാൾ ബുദ്ധന്റെ അടുത്തെത്തി അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിച്ചു. ബുദ്ധൻ ഒന്നും മിണ്ടാതെ പുഞ്ചിരിയോടെ അത് കേട്ടുനിന്നു.
ഒടുവിൽ അയാൾ ചോദിച്ചു, ഞാൻ നിങ്ങളെ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിങ്ങൾ എന്താണ് പ്രതികരിക്കാത്തത്? അപ്പോൾ ബുദ്ധൻ ശാന്തമായി മറുപടി നൽകി, ഒരാൾക്കൊരു സമ്മാനം നൽകാൻ നീ അത് കൊണ്ടുപോയി എന്ന് കരുതുക. ആ വ്യക്തി അത് സ്വീകരിച്ചില്ലെങ്കിൽ ആ സമ്മാനം ആരുടെ കൈകളിൽ തന്നെ ഇരിക്കും? അയാൾ പറഞ്ഞു, അത് എന്റെ കൈകളിൽ തന്നെ ഇരിക്കും. ബുദ്ധൻ തുടർന്നു, അതുപോലെ നീ എനിക്ക് നൽകിയ അധിക്ഷേപങ്ങൾ ഞാൻ സ്വീകരിക്കുന്നില്ല. അതിനാൽ അത് നിന്റെ പക്കൽ തന്നെ ഇരിക്കട്ടെ. എത്ര വലിയ സത്യമാണിത്! മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അല്ലെങ്കിൽ എന്തു പറയുന്നു എന്നത് നിങ്ങളുടെ പ്രശ്നമല്ല. അത് അവരുടെ ചിന്താഗതിയുടെ പരിമിതി മാത്രമാണ്. നിങ്ങൾ നല്ലവനാണെങ്കിൽ, മനസ്സ് ശുദ്ധമാണെങ്കിൽ, മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ സമാധാനം തകർക്കാൻ കഴിയില്ല. ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും, കടബാധ്യതകൾ കൂടുമ്പോഴും, ബന്ധങ്ങൾ തകരുമ്പോഴും തോറ്റുകൊടുക്കരുത്. ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് ചില അധ്യായങ്ങൾ മാത്രമാണ്. ഒരു പുസ്തകത്തിലെ ഒരു പേജ് മോശമായതുകൊണ്ട് നമ്മൾ ആ പുസ്തകം മുഴുവൻ നശിപ്പിക്കാറില്ലല്ലോ. അതുപോലെ ജീവിതത്തിൽ ഒരു ഘട്ടം മോശമായതുകൊണ്ട് ജീവിതം അവസാനിക്കുന്നില്ല. നല്ല ആളുകൾ കൂടുതൽ കഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ മനസ്സിലാക്കുക, പ്രകൃതി നിങ്ങളെ വലിയൊരു ദൗത്യത്തിനായി ഒരുക്കുകയാണ്. ഉള്ളിൽ നന്മയുള്ളവന് മാത്രമേ വേദനകളെ സഹിക്കാനും അതിനെ കരുണയായി മാറ്റാനും കഴിയൂ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദന സഹിച്ച മനുഷ്യനാണ് സിദ്ധാർത്ഥൻ എന്ന രാജകുമാരൻ. ആ വേദനകളിൽ നിന്നാണ് അദ്ദേഹം ബുദ്ധനായി ഉയർന്നത്. അതിനാൽ നിങ്ങളുടെ വേദനകളെ ശക്തിയാക്കി മാറ്റുക. ആരോടും ദേഷ്യമോ പ്രതികാരബുദ്ധിയോ സൂക്ഷിക്കരുത്. ദേഷ്യമെന്നത് നമ്മൾ മറ്റുള്ളവർക്ക് നേരെ എറിയാൻ കയ്യിൽ പിടിക്കുന്ന ജ്വലിക്കുന്ന കൽക്കരി പോലെയാണ്. അത് ആദ്യം പൊള്ളിക്കുന്നത് നമ്മുടെ കൈകളെ തന്നെയാണ്. ഇന്ന് ഈ നിമിഷം മുതൽ ഒരു പുതിയ തുടക്കത്തിന് തയ്യാറെടുക്കുക. നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കൂ. ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിയുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഉള്ളിലെ സങ്കടങ്ങളെയും നിരാശകളെയും പുറന്തള്ളുക. ജീവിതത്തിൽ ഇനിയും നല്ല കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. നിങ്ങളുടെ നല്ല മനസ്സ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിനെ ആർക്കും വിട്ടുകൊടുക്കരുത്. സാഹചര്യങ്ങൾ നിങ്ങളെ എത്രയൊക്കെ തളർത്തിയാലും ഒരു പുഞ്ചിരിയോടെ നേരിടുക. നിങ്ങൾ തനിച്ചല്ല, നിങ്ങളുടെ ഉള്ളിലെ നന്മ നിങ്ങളെ എപ്പോഴും നയിക്കും. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്താൽ എപ്പോഴും നല്ലതു മാത്രമേ തിരിച്ചു ലഭിക്കൂ എന്ന് നിങ്ങൾ വിചാരിക്കാറുണ്ട്. എന്നാൽ പ്രകൃതിയുടെ നിയമം ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിലും വ്യത്യസ്തമാണ്. ഒരു തോട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള സുഗന്ധമുള്ള പൂവാണ് ആളുകൾ ആദ്യം പറിച്ചെടുക്കുന്നത്. കാട്ടിലെ ഏറ്റവും നേരായ മരമാണ് തച്ചൻ ആദ്യം വെട്ടിമാറ്റുന്നത്. വളഞ്ഞുപുളഞ്ഞു നിൽക്കുന്ന മരങ്ങൾ ആരും തൊടാതെ അവിടെ തന്നെ നിലനിൽക്കും. അതിനർത്ഥം നേരുള്ളവനായി ജീവിക്കുന്നത് തെറ്റാണെന്നല്ല, നേരുള്ളവർക്ക് ഈ ലോകത്ത് പരീക്ഷണങ്ങൾ കൂടുതലായിരിക്കും എന്നാണ്. ആ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. ഇപ്പോൾ അനുഭവിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയാകട്ടെ, തകർന്നുപോയ കുടുംബ ബന്ധങ്ങളാകട്ടെ, നിങ്ങളെ വിട്ടുപിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവരാകട്ടെ, ഇതെല്ലാം നിങ്ങളെ പ്രപഞ്ചത്തിന്റെ വലിയൊരു സത്യം പഠിപ്പിക്കാൻ വന്നതാണ്. മാറ്റമില്ലാത്തതായി ഇവിടെ ഒന്നുമില്ല. ഈ സങ്കടവും ഒരു നാൾ കടന്നുപോകും. മറ്റുള്ളവരെ സഹായിക്കാൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് സ്വന്തം മനസ്സിന്റെ ആരോഗ്യമാണ്. തകർന്നു കിടക്കുന്ന ഒരു വഞ്ചിക്ക് മറ്റൊരാളെ കരക്കെത്തിക്കാൻ സാധിക്കില്ല. നിങ്ങളിൽ ആദ്യം സമാധാനവും സന്തോഷവും നിറയണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ നിങ്ങൾക്ക് സാധിക്കൂ. ദേഷ്യത്തെയും സങ്കടത്തെയും എങ്ങനെ നിയന്ത്രിക്കണം എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത് എന്നാണ് ബുദ്ധൻ പഠിപ്പിക്കുന്നത്. പകരം ഒരു സാക്ഷിയെപ്പോലെ നിസ്സംഗമായി നോക്കിക്കാണുക. ദേഷ്യം വരുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുന്നു എന്ന് തിരിച്ചറിയുക. സങ്കടം വരുമ്പോൾ ഇത് എൻ്റെ മനസ്സിന്റെ ഒരു ഭാവം മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഒരു മേഘം വന്ന് ആകാശത്തെ മറയ്ക്കുന്നത് പോലെയാണ് ഈ വികാരങ്ങൾ. മേഘം പെയ്തു തോരുമ്പോൾ ആകാശം വീണ്ടും തെളിയുന്നതുപോലെ നിങ്ങളുടെ മനസ്സും തെളിയും. ഈ പ്രതിസന്ധികളെല്ലാം താൽക്കാലികം മാത്രമാണ്. ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങാൻ നിങ്ങൾക്കിപ്പോഴും സമയമുണ്ട്. പ്രായമോ സാഹചര്യങ്ങളോ അതിന് തടസ്സമല്ല. ഇന്നു മുതൽ നിങ്ങളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കാൻ പഠിക്കുക. ക്ഷമിക്കുക എന്നാൽ അവർ ചെയ്ത തെറ്റ് ശരിയാണെന്ന് സമ്മതിക്കുകയല്ല, മറിച്ച് അവരുടെ ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിനെ ഇനി വേദനിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കുകയാണ്. മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ചിന്തകൾ ഇറക്കിവെച്ച് സ്വതന്ത്രമായി ശ്വസിക്കുക. ഈ ഭൂമിയിലേക്ക് നിങ്ങൾ വന്നത് മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങാനല്ല, മറിച്ച് സ്വന്തം ജീവിതം മനോഹരമായി ജീവിച്ചു തീർക്കാൻ വേണ്ടിയാണ്. യാത്രയിൽ നന്മ മാത്രം കരുതുക. വിജയം തനിയെ നിങ്ങളെ തേടിയെത്തും. പ്രപഞ്ചം ഒന്നിനെയും മറന്നുപോകുന്നില്ല എന്ന് ഓർക്കുക. നിങ്ങൾ ചെയ്യുന്ന ഓരോ നന്മയും, മറ്റുള്ളവർക്കായി ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണീരും ഈ പ്രപഞ്ചത്തിൽ എവിടെയോ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫലം കൃത്യമായ സമയത്ത് നിങ്ങളെ തേടിവരും. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കുക. മനസ്സിനെ ഒരു കോട്ട പോലെ ശക്തമാക്കുക. പുറത്തുനിന്നുള്ള യാതൊരു കൊടുങ്കാറ്റിനും ആ കോട്ടയെ തകർക്കാൻ കഴിയില്ല എന്ന് സ്വയം ഉറപ്പിച്ചു പറയുക. നിങ്ങൾ ശക്തനാണ്, നന്മയുള്ളവനാണ്. ആ തിരിച്ചറിവോടെ മുന്നോട്ടു പോവുക. ഈ ഭൂമിയിൽ ജനിച്ചു വീണ ഓരോ മനുഷ്യനും അവൻ്റേതായ പോരാട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. പുറമേ ചിരിക്കുന്ന പലരുടെയും ഉള്ളിലേക്ക് നോക്കിയാൽ വലിയൊരു ശൂന്യതയോ അല്ലെങ്കിൽ കണ്ണീർ കടലോ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാറുണ്ട്.
അയൽപ്പക്കത്തെ വീട്ടിലെ ആഡംബരങ്ങൾ കാണുമ്പോഴും സുഹൃത്തുക്കളുടെ ഉയർന്ന ശമ്പളമുള്ള ജോലി കാണുമ്പോഴും സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവർ പങ്കുവെക്കുന്ന സന്തോഷ നിമിഷങ്ങൾ കാണുമ്പോഴും നമ്മൾ വിചാരിക്കും അവരുടെ ജീവിതം എത്ര സുന്ദരമാണെന്നും എൻ്റെ ജീവിതം മാത്രമാണ് തകർന്നുപോയതെന്നും. എന്നാൽ ബുദ്ധൻ നമ്മെ ഒരു വലിയ യാഥാർത്ഥ്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ജീവിതം വെറും പുറംകാഴ്ചകൾ മാത്രമാണ്. അതിൻ്റെ ഉള്ളിലെ യാഥാർത്ഥ്യം എന്താണെന്ന് അവർക്ക് മാത്രമേ അറിയൂ. ഒരു സ്വർണ്ണക്കൂടിനുള്ളിൽ കിടക്കുന്ന പക്ഷിക്കും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടമുണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതവുമായി താരതമ്യം ചെയ്യരുത്. നിങ്ങളുടെ വഴി വ്യത്യസ്തമാണ്, നിങ്ങളുടെ ലക്ഷ്യവും വ്യത്യസ്തമാണ്. ചില മനുഷ്യരുണ്ട് തങ്ങളെ മറ്റുള്ളവർ അംഗീകരിക്കണം എന്ന് അമിതമായി ആഗ്രഹിക്കുന്നവർ. മറ്റുള്ളവർ നല്ലത് പറയുമ്പോൾ മാത്രം സന്തോഷിക്കുകയും ആരെങ്കിലും ഒന്ന് വിമർശിച്ചാൽ അല്ലെങ്കിൽ മുഖം കറുപ്പിച്ച് സംസാരിച്ചാൽ അപ്പോൾ തന്നെ തകർന്നു പോകുകയും ചെയ്യുന്നവർ. ഇങ്ങനെയുള്ള സ്വഭാവമാണ് നല്ല മനുഷ്യരെ കൂടുതൽ കഷ്ടപ്പെടുത്തുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അടിമപ്പെടുകയാണ് നിങ്ങൾ അവിടെ ചെയ്യുന്നത്. കാറ്റ് വീശുമ്പോൾ ഒട്ടും കുലുങ്ങാതെ ഉറച്ചു നിൽക്കുന്ന ഒരു വലിയ പാറക്കല്ല് പോലെയായിരിക്കണം നിങ്ങളുടെ മനസ്സ് എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. പുകഴ്ത്തലുകൾ വരുമ്പോഴും അധിക്ഷേപങ്ങൾ വരുമ്പോഴും ഒരുപോലെ ശാന്തമായിരിക്കാൻ പഠിക്കുക. നിങ്ങളെക്കുറിച്ച് ഏറ്റവും നന്നായി അറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങളുടെ തെറ്റുകളും ശരികളും നിങ്ങളുടെ മനസാക്ഷിക്കാണ് ബോധ്യമുള്ളത്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ വിധികൾക്ക് മുന്നിൽ നിങ്ങളുടെ തല കുനിക്കരുത്. നമ്മളെപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ഭൂമിയിൽ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഫലം കിട്ടാത്തതെന്ന്. ഒരു വിത്ത് പാകിയാൽ പിറ്റേ ദിവസം തന്നെ അത് വലിയൊരു വൃക്ഷമായി നമുക്ക് തണലും ഫലവും തരില്ലല്ലോ. അതിന് അതിൻ്റേതായ സമയമുണ്ട്. പ്രകൃതിക്ക് അതിൻ്റെ ചില നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ നല്ല പ്രവൃത്തികളും. നിങ്ങൾ ഇന്ന് ചെയ്യുന്ന ഓരോ നന്മയും ഒരു വിത്ത് പോലെ പ്രപഞ്ചത്തിന്റെ മണ്ണിൽ കിടക്കുന്നുണ്ട്. അത് നാളെ വലിയൊരു തണലായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും. കഠിനമായ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴും ഒരു രൂപ പോലും കയ്യിലില്ലാതെ അടുത്ത ദിവസത്തെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ സത്യസന്ധത കൈവിടാതിരിക്കുക. ആ കഷ്ടപ്പാടുകൾ നിങ്ങളുടെ പവിത്രതയെ അളക്കാനുള്ള പ്രകൃതിയുടെ പരീക്ഷണങ്ങളാണ്. ഭാരതത്തിലെ പല കുടുംബങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന ഒരവസ്ഥയുണ്ട്. മാതാപിതാക്കൾ മക്കൾക്കു വേണ്ടി തങ്ങളുടെ ആയുസ് മുഴുവൻ ചോരനീരാക്കി കഷ്ടപ്പെടുകയും സ്വന്തം ആഗ്രഹങ്ങളെല്ലാം മക്കൾക്കായി മാറ്റിവെക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ മക്കൾ അവരെ ഒരു ഭാരമായി കാണാൻ തുടങ്ങുന്നതും അവഗണനയുടെ നടുവിലേക്ക് ആ വൃദ്ധരായ മാതാപിതാക്കൾ തള്ളപ്പെടുന്നതും ഏറെ വേദനയുണ്ടാക്കുന്ന കാഴ്ചയാണ്. തങ്ങൾ ചെയ്ത ത്യാഗങ്ങളെ ഓർക്കുമ്പോൾ എന്തുകൊണ്ട് മക്കൾ ഇങ്ങനെ പെരുമാറുന്നു എന്ന ചിന്ത അവരെ ഉള്ളിൽ നിന്ന് നീറ്റിക്കൊണ്ടിരിക്കും. ഈ അവസ്ഥയിൽ ബുദ്ധന്റെ ചിന്തകൾ വലിയൊരു ആശ്വാസം നൽകുന്നു. കർമ്മത്തിന്റെ വഴിയിൽ നമ്മൾ നമ്മുടെ കടമകൾ ചെയ്യുക എന്നത് മാത്രമാണ് പ്രധാനം. എന്നാൽ അതിൽ നിന്നും ഒരു ഫലവും പ്രതീക്ഷിക്കരുത്. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തതെല്ലാം മാതാപിതാക്കളുടെ കടമ മാത്രമാണ്. അത് നിങ്ങൾ ഭംഗിയായി നിറവേറ്റി. അവർ തിരിച്ചു ചെയ്യുന്നത് അവരുടെ കർമ്മമാണ്. അതിന്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ ചെയ്യും. അവരുടെ പ്രവൃത്തികളോർത്ത് നിങ്ങളുടെ മനസ്സ് നശിപ്പിക്കരുത്. ഉള്ളിലുള്ള ആത്മീയമായ വലിയ ശാന്തതയിലേക്ക് മടങ്ങാൻ ശ്രമിക്കുക. പ്രണയത്തിലും സൗഹൃദത്തിലും സംഭവിക്കുന്നത് സമാനമാണ്. ഒരാളെ നമ്മൾ അത്രയധികം വിശ്വസിക്കുകയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുമ്പോൾ അവർ വഞ്ചിച്ചു കടന്നുപോകുന്നത് മാനസികമായി വലിയ തകർച്ചയുണ്ടാക്കുന്നു. ആ നിമിഷത്തിൽ ജീവനൊടുക്കാൻ പോലും തോന്നിപ്പോകാം. എന്നാൽ ബുദ്ധൻ പറഞ്ഞ അനിത്യത എന്ന തത്വം ഇവിടെ ഓർക്കണം. ഈ പ്രപഞ്ചത്തിലൊന്നും ശാശ്വതമല്ല. ആളുകൾ വരും പോകും. ചിലർ ജീവിതത്തിൽ വരുന്നത് നല്ല നിമിഷങ്ങൾ സമ്മാനിക്കാനാണ്. എന്നാൽ മറ്റു ചിലർ വരുന്നത് ജീവിതത്തിലെ വലിയ പാഠങ്ങൾ പഠിപ്പിക്കാനാണ്. നിങ്ങളെ വിട്ടുപോയ ആൾ യഥാർത്ഥത്തിൽ ഒരു വലിയ സത്യമാണ് പഠിപ്പിച്ചത്. ഈ ലോകത്ത് നിങ്ങളെപ്പോലെ സ്നേഹിക്കാൻ മറ്റാർക്കും കഴിയില്ല എന്നതാണ് ആ സത്യം. ആ തിരിച്ചറിവോടെ അവരോടുള്ള ദേഷ്യം ഉപേക്ഷിച്ച് ക്ഷമയോടെ സ്വന്തം വഴിയിൽ മുന്നോട്ടു പോകുക. പണമാണ് ജീവിതത്തിൽ എല്ലാത്തിനും വലുത് എന്ന് വിശ്വസിക്കുന്ന സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ സ്വന്തം ബന്ധുക്കൾ പോലും വിലമതിക്കാത്ത കാലത്ത് നല്ലവനായി ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ജീവിക്കാൻ വേണ്ടി തെറ്റായ വഴികൾ കൺമുന്നിൽ തെളിയുമ്പോഴും ഉള്ളിലെ നന്മ കാരണം പട്ടിണി കിടക്കാൻ തയ്യാറാകുന്ന മനുഷ്യരാണ് യഥാർത്ഥ നായകർ. അധർമ്മത്തിലൂടെ നേടുന്ന വലിയ സാമ്രാജ്യത്തെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ധർമ്മത്തിലൂടെ നേടുന്ന ഒരു ചെറിയ കഷണം അപ്പം എന്ന് ബുദ്ധൻ അരുളിയിട്ടുണ്ട്. ഉള്ളിലെ സമാധാനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത്. കോടീശ്വരന്മാർ പലരും ഉറക്കഗുളികകൾക്ക് മുന്നിൽ തോൽക്കുമ്പോൾ ആഡംബരമില്ലാത്ത പാവപ്പെട്ട മനുഷ്യൻ സുഖമായി ഉറങ്ങുന്നുണ്ടെങ്കിൽ അവിടെയാണ് ജീവിതത്തിന്റെ യഥാർത്ഥ വിജയം. ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എത്ര വലുതാണെങ്കിലും നിങ്ങളെ തകർക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ അനുവാദമില്ലാതെ മനസ്സിനെ വേദനിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. സാഹചര്യങ്ങൾ നിങ്ങളെ താഴേക്ക് വലിക്കുമ്പോൾ കൂടുതൽ ശക്തമായി മുകളിലേക്ക് ഉയരാൻ ശ്രമിക്കുക. ഓരോ പരാജയവും നിങ്ങളുടെ പോരാട്ടവീര്യം കൂട്ടാനുള്ള ഇന്ധനമാണ്. നിങ്ങൾ വീണുപോയ ഇടങ്ങളിൽ നിന്ന് തന്നെ വീണ്ടും എഴുന്നേൽക്കുക. ചരിത്രം സൃഷ്ടിച്ച എല്ലാവരും ഒരുപാട് കാലം കഷ്ടപ്പാടുകളിലൂടെയും അവഗണനകളിലൂടെയും കടന്നുപോയവരാണ്. അവരുടെ നല്ല മനസ്സ് തന്നെയാണ് അവരെ വിജയത്തിന്റെ കൊടുമുടിയിലെത്തിച്ചത്. പലപ്പോഴും നമ്മൾ ഒറ്റപ്പെടലുകളെ ഭയക്കാറുണ്ട്. കൂട്ടുകാരില്ലാതെ സംസാരിക്കാൻ ആരുമില്ലാതെ ഇരിക്കുമ്പോൾ ലോകം മുഴുവൻ നമ്മളെ ഒറ്റപ്പെടുത്തിയതുപോലെ തോന്നും. എന്നാൽ ഏകാന്തത എന്നത് ഒരു ശാപമല്ല,
മറിച്ച് അത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണെന്ന് ബുദ്ധൻ പഠിപ്പിക്കുന്നു. വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ മറ്റുള്ളവരുടെ ശബ്ദങ്ങൾ കേൾക്കുന്ന തിരക്കിൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ നിശബ്ദതയിൽ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ ശക്തി തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ട് ഒറ്റപ്പെടലുകളെ ഓർത്ത് സങ്കടപ്പെടാതെ അതിനെ ധ്യാനാത്മകമായി ഉപയോഗിക്കുക. മനസ്സ് എപ്പോഴും ഭൂതകാലത്തിലേക്ക് വിഹരിച്ചുകൊണ്ടിരിക്കും. പണ്ട് പരിഹസിച്ചവർ നേരിടേണ്ടി വന്ന വലിയ നഷ്ടം, കുടുംബത്തിലെ തർക്കം എന്നിവ ഓർത്ത് ഇന്നത്തെ മനോഹരമായ നിമിഷം നശിപ്പിക്കരുത്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഒഴുക്കുള്ള പുഴയിൽ നിന്നും കോരിയ വെള്ളം പോലെയാണെന്ന് ബുദ്ധൻ പറയുന്നു. ആ വെള്ളം വറ്റിപ്പോകും, പക്ഷേ പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ജീവിതവും ആ പുഴ പോലെ മുന്നോട്ടൊഴുകണം. പഴയ കാര്യങ്ങളെ അവിടെ ഉപേക്ഷിക്കുക. ഇന്ന് നിങ്ങളുടെ മുന്നിലുള്ളത് വലിയൊരു ജീവിതമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കൂ. അവർക്ക് നിങ്ങളുടെ പുഞ്ചിരിയാണ് ആവശ്യം, നിങ്ങളുടെ സങ്കടമല്ല. പല മനുഷ്യരും ജീവിതത്തിലെ ഓരോ പരാജയങ്ങൾ വരുമ്പോഴും എല്ലാം ഇവിടെ അവസാനിച്ചു എന്ന് കരുതി പിന്മാറാറുണ്ട്. കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ച ഒരു വ്യാപാരിയും പരീക്ഷയിൽ പരാജയപ്പെട്ട വിദ്യാർത്ഥിയും ജോലി നഷ്ടപ്പെട്ട യുവാവും തങ്ങളുടെ ജീവിതം തകർന്നു എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ബുദ്ധന്റെ മറുപടി മറ്റൊന്നാണ്. ഒരു വാതിലടയുമ്പോൾ പ്രകൃതി മറ്റൊട്ടനവധി വാതിലുകൾ തുറന്നിടുന്നുണ്ട്. അടഞ്ഞ വാതിലിലേക്ക് നോക്കി സങ്കടപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് തുറന്നുകിടക്കുന്ന മറ്റു വഴികൾ നമ്മൾ കാണാതെ പോകുന്നത്. നിങ്ങളുടെ കഴിവിനെ മറ്റൊരിടത്ത് ഉപയോഗിക്കാനും വലിയ മേഖലകളിലേക്ക് എത്തിക്കാനും വേണ്ടിയാകാം ഇത്തരം ചെറിയ പരാജയങ്ങൾ സംഭവിക്കുന്നത്. പരാജയങ്ങളെ വിജയത്തിലേക്കുള്ള പടവുകളാക്കി മാറ്റാൻ പഠിക്കുക. ജീവിതത്തിൽ നന്മ ചെയ്യുമ്പോൾ നേരിടേണ്ടി വരുന്ന മറ്റൊരു വലിയ വെല്ലുവിളിയാണ് ആളുകളുടെ നന്ദികേട്. ആപത്തിൽ സഹായിച്ച ഒരു വ്യക്തി പിന്നീട് ശത്രുവിനെപ്പോലെ പെരുമാറുമ്പോൾ ഉള്ളിൽ വലിയ അമർഷവും ദേഷ്യവും വരാം. ഇനി ആരെയും സഹായിക്കില്ല എന്ന് നമ്മൾ ഉറപ്പിക്കും. എന്നാൽ ഒരാളെ സഹായിച്ചത് നിങ്ങളുടെ മനസ്സിന്റെ നന്മ കൊണ്ടാണ്, അല്ലാതെ അവരിൽ നിന്നും നന്ദി പ്രതീക്ഷിച്ചല്ല എന്ന് ബുദ്ധൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്തു, അതിനുള്ള പുണ്യം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞു. അവൻ കാണിക്കുന്ന നന്ദികേട് അവന്റെ തെറ്റാണ്. അതവന്റെ കർമ്മഫലമായി അവൻ അനുഭവിച്ചുകൊള്ളും. മറ്റൊരാളുടെ മോശം സ്വഭാവം കാരണം നിങ്ങളുടെ ഉള്ളിലെ നല്ല മനുഷ്യനെ ഇല്ലാതാക്കരുത്. ഈ ലോകത്തിന് ഇപ്പോഴും നന്മയുള്ള ആളുകളെ ആവശ്യമുണ്ട്. ആ നന്മയുള്ളവരിൽ ഒരാളായി നിങ്ങൾ നിലനിൽക്കുക. മനസ്സിനെ ശാന്തമാക്കാൻ ഹിമാലയം വരെ പോകേണ്ടതില്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ശാന്തത കണ്ടെത്താൻ സാധിക്കും. രാവിലെ എഴുന്നേറ്റ് പ്രകൃതിയെ നോക്കുക, പക്ഷികളുടെ ശബ്ദം കേൾക്കുക, കുടുംബാംഗങ്ങളോട് ഒരു പുഞ്ചിരിയോടെ സംസാരിക്കുക. ഇതാണ് യഥാർത്ഥ ആത്മീയത. വലിയ പ്രസംഗങ്ങൾ കേട്ടതുകൊണ്ടോ പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ടോ മാത്രം ഒരാളുടെ ജീവിതം മാറില്ല. ഉള്ളിൽ വലിയൊരു മാറ്റം വരണമെങ്കിൽ നമ്മുടെ ചിന്താഗതികളിൽ മാറ്റം വരണം. മറ്റുള്ളവരോടുള്ള അസൂയയും കുശുമ്പും മത്സരബുദ്ധിയും പൂർണ്ണമായി ഒഴിവാക്കണം. മറ്റൊരാൾ ജയിക്കുമ്പോൾ അതിൽ സന്തോഷിക്കാൻ കഴിയുന്ന നല്ല മനസ്സ് നിങ്ങൾ വളർത്തിയെടുക്കുക. ഇത്രയൊക്കെ പോസിറ്റീവായി ചിന്തിച്ചിട്ടും കടബാധ്യതകൾ എങ്ങനെ തീരും, രോഗങ്ങൾ എങ്ങനെ മാറും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. അവ ഒറ്റ ദിവസം കൊണ്ട് മാറില്ല എന്നത് സത്യമാണ്. എന്നാൽ തകർന്ന മനസ്സ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെ നേരിടാൻ കഴിയില്ല. രോഗിയായ ശരീരത്തിന് കരുത്ത് നൽകുന്നത് ശാന്തമായ ഒരു മനസ്സാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ തീർക്കാൻ വ്യക്തമായ ആസൂത്രണവും കഠിനാധ്വാനവും ആവശ്യമാണ്. ആ അധ്വാനത്തിന് മനസ്സ് സമാധാനമുള്ളതായിരിക്കണം. ടെൻഷനും സങ്കടവും നിങ്ങളുടെ ചിന്താശേഷിയെ നശിപ്പിക്കുകയേയുള്ളൂ. അതുകൊണ്ട് ആദ്യം മനസ്സിനെ ശാന്തമാക്കുക, എന്നിട്ട് പ്രശ്നങ്ങളെ ഒന്നൊന്നായി നേരിടുക. അപ്പോൾ വിജയം നിങ്ങളെ തേടിയെത്തും. ഇന്ന് ഈ നിമിഷം മുതൽ ഉള്ളിലെ എല്ലാ നെഗറ്റീവ് ചിന്തകളെയും അറുത്തുമാറ്റുക. ഞാനൊരു പരാജയമാണ്, എനിക്കൊന്നിനും കഴിയില്ല, എല്ലാവരും എന്നെ ചതിക്കുകയാണ് എന്നൊക്കെയുള്ള ചിന്തകൾ വെറും ഭ്രമങ്ങൾ മാത്രമാണ്. അവയിൽ നിന്നും പുറത്തു കടക്കുക. ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ ശ്വാസവും പ്രകൃതി നിങ്ങൾക്ക് തരുന്ന പുതിയൊരു ജീവനാണ്, അവസരമാണ്. ഈ അവസരത്തെ മനോഹരമായി ഉപയോഗിക്കുക. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, എന്നാൽ അതിന് പകരമായി ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ഇതാണ് ഒരു ബുദ്ധനാകാനുള്ള വഴി. ഇതാണ് മനസ്സിന്റെ പരമമായ ശാന്തി. നിങ്ങളുടെ യാത്രയിൽ വലിയൊരു ആത്മവിശ്വാസമുണ്ടാകട്ടെ. നാളത്തെ പുലരി പുതിയൊരു വെളിച്ചം നൽകട്ടെ. നിങ്ങളുടെ ഉള്ളിലെ നന്മ വരും ദിവസങ്ങളിൽ വലിയൊരു വിജയമായി പ്രത്യക്ഷപ്പെടും എന്നുറച്ചു വിശ്വസിക്കുക. ഒന്നിനും നിങ്ങളുടെ പുഞ്ചിരി കവർന്നു കൊണ്ടുപോകാൻ അനുവാദം നൽകരുത്. ജീവിതം മനോഹരമാണ്, അത് ധൈര്യത്തോടെ ജീവിച്ചു തീർക്കുക. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു മാറ്റമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് താഴെ പങ്കുവയ്ക്കുക. ഈ സന്ദേശം പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിന് എപ്പോഴും സമാധാനമുണ്ടാകട്ടെ.